Hello dear students, welcome back to EduPod. So ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന CBSE സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ CBSE പഠിച്ചാൽ മാത്രം നമുക്ക് നീറ്റ് അല്ലെങ്കിൽ ജെഇ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് ഉത്തരം എന്ന് പറയുന്നത് അതെ എന്നാണ്. പക്ഷേ ഈ 5 കാര്യങ്ങൾ എന്തിരിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ NCERT എന്ന് പറയുന്നത് നിങ്ങളുടെ ബൈബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ബൈബിളോ ഖുർആനോ ഭഗവത്ഗീതയോ എന്തുമാവട്ടെ അത് നിങ്ങളുടെ NCERT ആയിരിക്കണം എന്നുള്ളതാണ്. അത്രയും തറവ്ലി നിങ്ങളത് വായിച്ചിരിക്കണം. ദെൻ കെമിസ്ട്രിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജെഇ ആണെങ്കിലും നീറ്റ് ആണെങ്കിലും ഇറ്റ് ഈസ് മാൻഡേറ്ററി ആണ്, ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ബയോളജിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നീറ്റ് സ്റ്റുഡൻസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ബയോളജി, അതായത് 180 ക്വസ്റ്റ്യനുകളിൽ 90 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബയോളജിയിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫിസിക്സിലേക്ക് വരികയാണെങ്കിലും എല്ലാ കോൺസെപ്റ്റുകളും NCERT നിന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പ്രോബ്ലംസും സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് സോൾവ് ചെയ്യേണ്ടി വരും. സോ കൺസെപ്റ്റുകൾ NCERT ഉള്ളത് മാത്രം തന്നെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നീറ്റ് അല്ലെങ്കിൽ ജെഇ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ NCERT ഇഗ്നോർ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും റാങ്ക് നഷ്ടപ്പെടുന്നതും ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോർഡ് എക്സാം ആൻഡ് എൻട്രൻസ് എക്സാം ഒന്നല്ല എന്നുള്ളതാണ്. അതായത് ബോർഡ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ്ലി എഴുതുന്ന ഒരു എക്സാം ആണ്. ബട്ട് ഇത് അങ്ങനെയുള്ളതല്ല, MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള രീതിക്ക് നടത്തുന്ന എക്സാം ആണ്. സോ അതിൽ വരുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ജെഇ അല്ലെങ്കിൽ നീറ്റിലേക്ക് പോവുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉണ്ടാവുക. അതായത് അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സോ കൺസെപ്റ്റ് മനസ്സിലാകാതെ നമുക്ക് അപ്ലൈ ചെയ്യാനേ പറ്റില്ല. സോ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് റാങ്ക് കിട്ടാതിരിക്കുക. കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് റാങ്ക് കിട്ടില്ല. ദെൻ അടുത്തതായിട്ട് PYQ ഗെയിം ചേഞ്ചർ ആണ് എന്ന് പറയാം. ഈ PYQ ഗെയിം ചേഞ്ചർ ആണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പ്രീവിയസ് ഇയറിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതായത് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത്, അത് ജെഇ നടക്കുന്നത് എത്രത്തോളം ലെവലുകളിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മളുടെ പ്രിപ്പറേഷനിൽ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. അതായത് നമുക്ക് പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ ഏതാണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു കോൺഫിഡൻസ്, നന്നായിട്ട് നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ദെൻ എവിടെയൊക്കെയാണ് ഈ ഏരിയകളിൽ ഇമ്പോർട്ടൻസുകൾ ഉണ്ട്, അതായത് ചില കോൺസെപ്റ്റുകൾ റിപ്പീറ്റിംഗ്, അത് നമ്മുടെ ജെഇയുടെ നീറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും വരില്ല. പക്ഷേ നമ്മുടെ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യും, ആ ചോദിച്ച കോൺസെപ്റ്റുകളിൽ നിന്ന് തന്നെ മാറ്റിയും വളച്ചൊടിച്ചും കൊണ്ടൊക്കെ ചോദിക്കും. അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് PYQ നമ്മളെ സഹായിക്കും. ദെൻ 11th പോർഷൻ ഇഗ്നോർ ചെയ്യരുത്. അതായത് നമ്മൾ വിചാരിക്കും 12th എത്തിയാൽ നമുക്ക് വന്നിട്ട് നോക്കാം, പല വിദ്യാർത്ഥികളും ചെയ്യുന്ന വലിയ മണ്ടത്തരമാണ് ആക്ച്വലി അത് എന്ന് പറയുന്നത്. ദെൻ റിയാലിറ്റി സൈഡ് എന്ന് പറയുന്നത് ഏതാണ്ട് പകുതിയോളം നീറ്റിന്റെയും ജെഇയുടെയും പകുതി സിലബസ് എന്ന് പറയുന്നത് +1 ആണ്. സോ +1 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെതായ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. സോ ആ അഡ്വാൻറ്റേജ് നിങ്ങൾ ഇല്ലാതാക്കരുത്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ബീറ്റ് ഇന്റലിജൻസ് എന്നാണ്. നിങ്ങൾ ഭയങ്കര ഇന്റലിജന്റ് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇന്റലക്ച്വൽ ഭൂതമാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ചെയ്യുന്ന വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ ദിവസവും അത് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ അത് 365 ഡേയ്സും നിങ്ങൾ ആവർത്തിച്ചാൽ നിങ്ങൾക്ക് ഒരു വലിയ ചേഞ്ച് ആണ് ആക്ച്വലി ഉണ്ടാവുക. അതൊരു എക്സ്ട്രാ ഓർഡിനറി ഇംപ്രൂവ്മെന്റ് നിങ്ങളിലേക്ക് ഉണ്ടാക്കും. സോ ടാലന്റ് അല്ല നിങ്ങളുടെ ബെറ്റർ ആക്കി മാറ്റുന്നത്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. സോ ഈ 5 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾ ജെഇ അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങളാണ്. ദെൻ നമ്മുടെ CBSE സ്റ്റുഡൻസ് ചെയ്യുന്ന വലിയ മണ്ടത്തരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് NCERT സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ബോർഡ് എക്സാമിന് പോലും അവർക്ക് NCERTകളിൽ നിന്ന് ചോദിക്കും എന്നുള്ളതാണ് ദ റിയാലിറ്റി. ദെൻ PYQ ഇഗ്നോർ ചെയ്യുക, അതായത് PYQ ചെയ്യാതിരിക്കുക, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണെന്ന് മനസ്സിലാക്കാതിരിക്കുക, ചുമ്മാ വേറെ റെഫറൻസ് ബുക്കുകളിലേക്ക് പോകുക. മെയിൻലി നമ്മൾ PYQ ഫോക്കസ് ചെയ്യുക, ദെൻ ബാക്കിയുള്ള ബുക്കുകളിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ദെൻ ബോർഡ് എക്സാം മാത്രം ഫോക്കസ് ചെയ്യുക. ബോർഡ് എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. നമുക്ക് എൻട്രൻസ് എക്സാമുകൾ, ബോർഡ് എക്സാമിന്റെ മാർക്ക് കൊണ്ടിനേക്കാളും ഇന്ന് വേൾഡ് കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് എക്സാം ഈസ് ഇൻഎവിറ്റബിൾ എന്ന് തന്നെ പറയാം. ദെൻ മോക്ക് ടെസ്റ്റുകൾ എഴുതാതിരിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി നമുക്ക് ആസ് സച്ച് എങ്ങനെയാണോ നമ്മുടെ എക്സാം ഉണ്ടാവുക ആ ഒരു എക്സാം രൂപത്തിൽ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതിയാൽ ആ ഒരു എക്സാം ഡേയിൽ ഉണ്ടാകുന്ന പ്രഷറും സാധനങ്ങളും ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും. സോ നീറ്റ് ജെഇ സക്സസ് ഫോർമുല എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ സിലബസിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പഠിക്കുക. പിന്നെ മറ്റൊന്ന് പറയുന്ന PYQകളിൽ നിന്ന് എവിടെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുക. ദെൻ മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ട്
എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു ഡേയിൽ ഉണ്ടാകുന്ന പ്രഷർ, അതോടൊപ്പം എക്സാം എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം ഫ്രീക്വൻ്റ് ആയിട്ട് റിവൈസും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു സക്സസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ദെൻ അടുത്തതായിട്ട് ഫൈനൽ തോട്ട്, ഒരു കാര്യം ഓർക്കുക, CBSE സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അഡ്വാൻറ്റേജ് ആണ്, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ആ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. NCERT കൺസിസ്റ്റൻസി സ്മാർട്ട് പ്രിപ്പറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു JEE NEET സക്സസ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ദെൻ ഡ്രീം കോളേജ് നേടുന്നത് ടാലന്റ് കൊണ്ടല്ല, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ബൈ ബൈ.